ഒന്നാമത്തെ കാര്യം, മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ലിലെ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുന്ന ഒരു മസ്ലഹത്ത് സമിതി പ്രവർത്തിക്കണം. കാരണന്മാര്, വേണ്ടപ്പെട്ട ആൾക്കാർ, വർത്താനം പറയാൻ പറ്റുന്നവരൊക്കെ വെച്ചിട്ട് ഒരു മസ്ലഹത്ത് സമിതി. ഒരുപാട് പ്രശ്നങ്ങൾ കോടതിയിൽ പോവാതെ നമുക്ക് തീർക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാലേ, തെറ്റിയേക്കിനെ നന്നാകുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലിയറായി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു അസ്സലാമു അലൈക്കും മതിയാവൂല, ദേശം കൂടി കൂട്ടി പറയേണ്ടി വരും. 24 മണിക്കൂർ സമയം രണ്ടാളുകൾ തെറ്റി നിന്നാലേ ശൈത്താന് രണ്ടാളെടുത്തും വന്നിട്ട് കുറ്റം മറ്റോൻ്റെതാണെന്ന് പറയും. ഒരു കുട്ടിയും, ഒരു ചെറിയ കുട്ടിയും ഒരു വയസ്സായ ആളും തമ്മിൽ തെറ്റിയെന്ന് വിചാരിച്ചോളെ. 24 മണിക്കൂർ സമയമാകുന്നതിന് മുമ്പ് കുട്ടിക്ക് തോന്നും, എന്നാലും ഇപ്പൊ ഞാൻ ആ പ്രായം കൂടിയ ആളോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇനിയിപ്പോ എന്താ കാട്ടുക, അബദ്ധമായല്ലോ. വയസ്സിന് തോന്നും, ഞാൻ ആ ചെറിയ കുട്ടിനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. 24 മണിക്കൂർ കഴിയുന്നതിൻ്റെ ഉള്ളിൽ ശൈത്താൻ വന്നിട്ട് പറഞ്ഞു തരും. വയസ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എന്തായാലും ഇജ്ജ് പ്രായം കൂടിയ ഒരാളല്ലേ, ഈ കുട്ടി എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതൊക്കെ വകവെച്ച് കൊടുത്താല് അടുത്ത തലമുറ എങ്ങോട്ടാ എത്തുക, ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല എന്ന് പറയും വലിയ ആളോട് വന്നിട്ട്. കുട്ടിനോട് വന്നിട്ട് പറയും, പൊതുവേ വയസ്സന്മാര് ചൊറിഞ്ഞിങ്ങാണ്ടും മാന്തിങ്ങാണ്ടുമാണ്, അതൊന്നും വകവെച്ച് കൊടുക്കരുത്. അയാൾ ഒന്നില്ലെങ്കിൽ നാളും പ്രായമുള്ള ആളല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുട്ടിനോടും പറയും. അപ്പോൾ ഓരോരുത്തർക്കും 24 മണിക്കൂർ കഴിഞ്ഞാൽ തോന്നും ഇന്റെ കുഴപ്പമല്ല, മൂപ്പരെ കുഴപ്പമാണ്. 3 ദിവസം കഴിഞ്ഞാൽ തെറ്റിയ രണ്ടാളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവില്ല, എന്തെങ്കിലും ഒരു കാരണം നന്നാവാൻ വേണം. ഇതിനാണ് മസ്ലഹത്ത് എന്ന് പറയാം. നടുവില് നിൽക്കുന്ന ഒരാള്, അതിന് മസ്ലഹത്ത് എന്ന് പറയും. കളവ് പറയൽ ജായിസായ കാര്യമാണ് മസ്ലഹത്ത്. കളവ് പറയാൻ അനുവദിക്കപ്പെട്ടത് അപൂർവം സന്ദർഭങ്ങളിലാണ്, അതിലൊന്ന് മസ്ലഹത്താണ്. എന്താ കളവ് പറയാന്ന് പറഞ്ഞാല്, അബ്ദുറഹ്മാനും കുഞ്ഞിപ്പോക്കരും തെറ്റി, കുറെ കാലമായിട്ട് ഒരു തെറ്റില്ല. എന്നാൽ അബ്ദുറഹ്മാന്റെ അടുത്ത് ചെന്നിട്ട് പറയാ, പിന്നെ ഞാൻ ഇന്നലെ കുഞ്ഞിപ്പോക്കരനെ കണ്ടിരുന്നു, ഓൻ എന്നോട് മുണ്ടണം എന്നൊക്കെ ഉണ്ട്, ഒന്നരും കൂടി എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ചിലപ്പോ ഇന്ന് വൈകുന്നേരം കാണുമ്പോ എന്നോട് ഇങ്ങോട്ട് സലാം പറയാൻ സാധ്യത ഉണ്ട്, അതിന്റെ മുമ്പ് ഇജാണ്ട് പറഞ്ഞോളൂണ്ട് കിട്ടോ അറിയാം. അപ്പുറത്ത് അബ്ദുറഹ്മാന്റെ അടുത്തും ചെന്ന് കുഞ്ഞിപ്പോക്കറിന്റെ അടുത്തും ചെന്നിട്ട് പറയാം, ഞാൻ ഇന്നലെ അബ്ദുറഹ്മാനെ കണ്ടിരുന്നു, എന്നോട് മുണ്ടണം എന്നൊക്കെ ഉണ്ട്, തെറ്റിയിൽ ഓന് വലിയ മനപ്രയാസം ഉണ്ട്, എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ, എന്നെ കാണുമ്പോൾ സലാം പറയാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇതിന് ഇജ്ജ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടുവന്ന് അങ്ങോട്ടും പറയാം. രണ്ടാളും കൂടി കാണുമ്പോൾ സലാം പറഞ്ഞാണ്ട് കൂട്ടിമുട്ടി നേരെ ഇക്കോളും. നോണയാണ് ഈ പറഞ്ഞത്, ഇയാൾ രണ്ടാളെയും കണ്ടിട്ടില്ല. കളവ് പറയൽ ജായിസാവുന്ന ഒരു കാര്യമാണ് മസ്ലഹത്ത്. അപ്പൊ ഈ ഉമ്മത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്. മസ്ലഹത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. എന്തിനും ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. ദോഷം ഉണ്ട് എന്ന് ഇതിൻ്റെ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റൂല, ദോഷത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്താ മസ്ലഹത്തിന്റെ ദോഷം? മധ്യസ്ഥന്മാർക്ക് എന്നും മധ്യസ്ഥനായി തുടരണം എന്ന ആഗ്രഹം ഉണ്ടാവും, അത് അതിൻ്റെ ഒരു വലിയ കുഴപ്പമാണ്. മദ്യം പറഞ്ഞ ആൾക്ക് എന്ത് തോന്നും, എന്നാലും ഞാനതിൽ മദ്യം പറഞ്ഞ ആളല്ലേ, എന്നോട് പറയാതെ ഞാൻ എൻ്റെ അടുത്ത കുട്ടിൻ്റെ കല്യാണം തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ തീരുമാനിച്ചാല് മറ്റവരെ വിളിച്ചാണ്ട് എന്തേലും പറഞ്ഞുകൊണ്ട് തമ്മിൽ തെറ്റിക്കും. ഇത് മധ്യസ്ഥന്മാരൊരു കുഴപ്പമാണ്. എന്നും ഞാനൊരു മധ്യസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുക. ഈ മധ്യസ്ഥനാകുമ്പോൾ മറ്റുള്ളവരുടെ ഐബുകൾ കേൾക്കേണ്ടി വരുമല്ലോ. ഒരാളെ ഐബ് ആവശ്യമുണ്ടെങ്കിൽ നമ്മോട് പറഞ്ഞാൽ മതി. നമ്മൾ കരുതിയതിനേക്കാളും മസ്ലഹത്ത് പറയുമ്പോൾ ഓല് നന്നായി പോയാൽ അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഓലെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്ന് തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് മധ്യസ്ഥതയുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരെ കൂട്ടിയിട്ട് മധ്യസ്ഥത ഉണ്ടാക്കണം. പിന്നെ കുറച്ചൊരു ആക്ഷേപം കേൾക്കാൻ തയ്യാറുള്ളവരായിരിക്കണം മധ്യസ്ഥന്മാർ. കാരണം എന്താ വെച്ചാൽ മദ്യത്തിൽ എങ്ങനെ നിന്നാലും ഒന്നുകിൽ വലത്തോട്ട് അല്ലെങ്കിൽ ചെടുത്തോട്ട് ചെറിയൊരു ചായ്വ്, ഒന്നുമില്ലെങ്കിൽ സത്യാവസ്ഥ എന്താ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ചായ്വെങ്കിലും വരും. അപ്പൊ എങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ട് എത്ര മദ്യത്തിൽ നിന്ന് സംസാരിച്ചാലും അയാൾ അപ്പുറത്തുനിന്ന് കൈ വാങ്ങിയിട്ടുണ്ടാവുന്നേ, ചക്കര കൊടുത്തിട്ട് കൈയിട്ടാ നക്കാതിരിക്കൂലല്ലോ എന്ന് പറയും. ആൾക്കാർ നമ്മളെ പറ്റി അങ്ങനെ പറയണം എന്നല്ല ഞാൻ പറയണത്, അറിഞ്ഞുങ്ങാണ്ട് പറയാനുള്ള ഒരു വകുപ്പ് കൊടുക്കരുത്.
ഒരു വകുപ്പും കൊടുക്കാതെയും ആൾക്കാർ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രം, അതിന് വിരോധമില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ തയ്യാറുള്ള ആളുകളെ വെച്ച് ഒരു മസ്ലഹത്ത് സമിതി മഹലിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മഹലിലെ എല്ലാ പ്രശ്നങ്ങളും മഹലിലോട്ട് തീർക്കാം. മഹല്ലത്തിലെ മുഴുവൻ ആളുകളുടെ പ്രശ്നത്തിലും ഇടപെടണം. മഹല്ലത്തിലെ മുഅ്മിനീങ്ങൾ എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങൾ അല്ലാത്തവരുടെ വിഷയത്തിലും ഇടപെട്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ തീർത്ത് കെട്ടുറപ്പുള്ള മഹല്ലായി മാറുന്നതിന് ഒരു മസ്ലഹത്ത് സമിതി ആവശ്യമാണ്. രണ്ടാമത്തത്, എല്ലാ മഹല്ലിലും ഒരു വിദ്യാഭ്യാസ സമിതി പ്രവർത്തിക്കണം. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നല്ല വിവരമുള്ളവര്, നല്ല വിദ്യാഭ്യാസമുള്ളവര് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ വിവരമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു വിദ്യാഭ്യാസ സമിതി നമ്മുടെ മഹലിൽ പ്രവർത്തിക്കണം. ഞാനൊരു സത്യങ്ങളോട് പറയാം, ഇന്ത്യയിലെ ജിഹാദ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ജിഹാദ് എന്ന് പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന് രാഷ്ട്രീയമാണ്, രണ്ടാമത്തേത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ജോലിയാണ്, മൂന്നാമത്തേത് നിയമ സംവിധാനങ്ങൾ, കോടതിയും അനുബന്ധ സംവിധാനങ്ങളുമാണ്. ഇത് 3ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് രാഷ്ട്രീയമാണ്, രണ്ടാമത്തേത് ജോലിയാണ്, മൂന്നാമത്തേത് നിയമ സംവിധാനങ്ങളാണ്. ഇത് 3 നമ്മൾ ശരിക്കും അറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മുടെ മഹല്ലത്തിൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പറ്റുന്ന ഒരു കുട്ടിയെ വിദ്യാഭ്യാസ സമിതി കണ്ടെത്തി അവന് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്തു കൊടുത്ത്, മഹല്ലത്തിൽ ഒരു ഡോക്ടർ വേണം, മഹല്ലിൽ ഒരു എഞ്ചിനീയർ വേണം, മഹല്ലിൽ ഒരു അഡ്വക്കേറ്റ് വേണം, മഹല്ലിൽ ഒരു ആശാരി വേണം, മഹല്ലിൽ ഒരു കൽപ്പണിക്കാരൻ വേണം, മഹല്ലിൽ ഒരു കബറിളക്കുന്ന ആൾ വേണം, മഹല്ലിൽ നല്ല തൻ്റെടവും പാണ്ഡിത്യവുമുള്ള ഒരു ആലിം വേണം, എല്ലാം മഹല്ലിൽ വേണം. അപ്പൊ ഏതാണോ കുറവുള്ളത് ആ കുറവുള്ളതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഗവൺമെന്റ് ജോലിയിൽ കയറിയിരിക്കണം. അത് ചെറിയ ഒരു 10 കൊല്ലം കൊണ്ട് സാധിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കൊണ്ട് സാധിച്ചെടുത്താലും മതി. 8ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് നേടാവുന്ന ഗവൺമെന്റ് ജോലിയുണ്ട്, കേരളത്തിലുണ്ട്. 8ാം ക്ലാസ് മാത്രം യോഗ്യത ഉള്ളവർക്ക് നേടാവുന്ന ഗവൺമെന്റ് ജോലി. നമ്മളിങ്ങനെ കുറച്ചാണ് വലുതാകുമ്പോഴത്തിന് ഗൾഫിനെ സ്വപ്നം കാണാണ്. എല്ലാ കാലത്തും ഗൾഫൊന്നും നടക്കൂല. പിന്നെ വേറൊന്ന്, ഒരു 15 കൊല്ലം ഗവൺമെന്റ് ജോലി ചെയ്താൽ അവന് കിട്ടുന്ന ശമ്പളത്തിന്റെ അവിടേക്ക് ഇന്ന് ഒരു ഗൾഫ് എത്തണില്ല. നല്ല ശമ്പളമുണ്ട്. 3 കൊല്ലം കഴിഞ്ഞാൽ ശമ്പളത്തെ അവന്റെ ഇൻക്രിമെന്റിനെ ശമ്പളത്തിലേക്ക് ചേർക്കുന്നു. പിന്നെ അതിന്റെയും കൂടി ഇൻക്രിമെന്റ് വരുന്നു. മരിച്ചാൽ പെൻഷനാണ്. മരിച്ചാൽ ഓന്റെ പെൻഷൻ ഓന്റെ ഭാര്യക്ക് മരിക്കുന്നവരെ കിട്ടുന്നു. നല്ല വരുമാനമാണ്. ഏത് ഗൾഫിൽ എന്തുണ്ടായാലും അങ്ങനെ വരുമാനം കിട്ടുക. പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നേടിയ എല്ലാ നിയമത്തുകളും ഗൾഫ് കൊണ്ടുണ്ടായതാണ്. പക്ഷെ എന്നും ഗൾഫ് ഉണ്ടാവില്ല. ഗവൺമെന്റ് ജോലിയിൽ കയറണം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്തായാലും ഗവൺമെന്റ് ജോലിയിൽ കയറണം. 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് മഹല്ലത്തിലെ എല്ലാ കുടുംബത്തിലും ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഉണ്ടാവണം എന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമിതി നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടായിത്തീരണം. മഹല്ലത്തിന്റെ പ്രവർത്തനം സജീവമായി നിലനിൽക്കാൻ മൂന്നാമത് വേണ്ടത് ഒരു റിലീഫ് കമ്മിറ്റിയാണ്. നല്ല നിലക്ക് റിലീഫ് നടക്കണം. ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം, ഇസ്ലാമിന്റെ പ്രചരണം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ റിലീഫ് ഇല്ലാതെ നടന്നിട്ടില്ല. പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഖത്തീബാണ്. ഒരുപാട് മഹല്ലിൽ നിന്ന് കാണാൻ ഇങ്ങനെ എഴുത്തേറ്റ ആൾക്കാർ വരുന്നു. എഴുത്തു കൊടുക്കലാണ് റിലീഫ് പ്രവർത്തനം എന്ന് മനസ്സിലാക്കരുത്. നമ്മളെ നാട്ടില് 3 സെന്റ് സ്ഥലമുണ്ട്, പെരയില്ലാത്ത ഒരാൾ വന്ന് സങ്കടം പറയുമ്പോ അയാൾക്ക് നല്ല ലെറ്റർ പേഡിൽ ഒരു വിശാലമായ കത്തൊക്കെ തയ്യാറാക്കി അടിയിൽ ഒപ്പും പേരും ഫോൺ നമ്പറും സീലും മെയിൽ ID ഒക്കെ കൂടി വെച്ചുകൊണ്ട് കൊടുക്കുന്നതിന് പകരം ഈ ഒരു കത്തുണ്ടാക്കി ഗൾഫിൽ എത്രയോ നമ്മളെ ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, ഓൽക്കും എന്നാണ്ട് അയച്ചു കൊടുത്താൽ മഹല്ലമറ്റിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഒരു വീട്, ഒരു കൊല്ലത്തിന് ഒരു വീട് ഉണ്ടാക്കിയാൽ മതി. എന്നാലും മഹലിൽ വീടില്ലാത്ത ആരും ഉണ്ടാവില്ല. ചെറിയ ചെലവിലുണ്ടാക്കാം. 600 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ 4.5 ലക്ഷം റുപ്യാണ് ചെലവ് വരിക. ഏത് മഹല്ലത്തിലുണ്ടാക്കാവുന്നതാണ്. ഒരു കൊല്ലം നല്ല ഗൾഫ് കമ്മിറ്റികളുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയണം. പൈസ അവിടുന്ന് ഇങ്ങോട്ട് പോരും ചെയ്ത് എടുക്കാണ്ട് എത്തും ചെയ്തില്ലെങ്കിൽ പ്രശ്നം തന്നെ ഇരിക്കാനും. ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്.
ചെയ്യാൻ എല്ലാവരും ചെയ്യും, ചെയ്യണത് ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ റിലീഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ ചെറിയ റിലീഫ് മുതൽ വലിയ വലിയ റിലീഫുകൾ വരെ ഉണ്ട്. ഏതെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫാർമസിയുമായി അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റുമായി ടൈപ്പ് ചെയ്താൽ പള്ളിന്റെ മുമ്പിൽ മെഡിസിൻ ശേഖരിക്കുന്ന നല്ലൊരു ബോക്സ് വെക്കാം. ഡേറ്റ് കഴിയാത്ത പൊട്ടിക്കാത്ത മരുന്നുകളായി കൊടുന്നിടുക. അത് അങ്ങനെ എടുത്തിട്ട് ഒരു ഫാർമസി കൊണ്ടേ കൊടുക്കുക. സാധുക്കൾ ആരെങ്കിലും വരുമ്പോൾ ഇതിലുള്ള മരുന്നാണെങ്കിൽ കൊടുത്തോണ്ടിട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. ഒരു ഫാർമസിക്കാരൻ അതിന് തയ്യാറാവുകയും ഒരു പെട്ടി വെച്ചിട്ട് അതിൽ കിട്ടുന്ന സാധനം കൊണ്ടേ കൊടുക്കാൻ റെഡി ആവുകയും ചെയ്താൽ 5 പൈസന്റെയും ചെലവില്ലാതെ. ഇപ്പൊ നമ്മളൊക്കെ പെരല് എത്രങ്ങാനും മരുന്നാ വെറുതെ ഇരിക്കുന്നത്. കുറെ ദിവസം ഇരുന്നുകാട് പിന്നെ അവസാനം തൊടുക്കിടാണ്. അപ്പൊ അത്തരം സാധനങ്ങൾ കൊണ്ടേ കൊടുത്താലേ അത് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ പറ്റും. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഇനി നമുക്ക് മരുന്ന് കൊണ്ടേ കൊടുത്തിട്ട് തന്നെ അടുത്ത കാര്യം തീരുമാനിക്കണ്ട. ചെറിയൊരു കാര്യത്തിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. മഹല്ലത്തിൽ റിലീഫ് പ്രവർത്തനം ഭംഗിയായി നടക്കുക എന്നുള്ളത് 3ാമത്തെ കാര്യം. 4ാമത്തെ ഒരു കാര്യം, ഒരു ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹദീസ് ക്ലാസ് മഹല്ലത്തിൽ സ്ഥിരമായി നടക്കണം. ചിലപ്പോൾ ഉണ്ടാവട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നടക്കണം. എന്തെങ്കിലും ഒന്ന് ചെല്ലി ദോരക്കണ തരത്തിൽ ഒരു ഹയാത്തുള്ള സാധനം, ഒരു ജീവുള്ള ഒരു സാധനം മഹല്ലത്തിൽ നിലനിൽക്കണം. അത് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ തുടങ്ങിയാൽ മതി. മാസത്തിൽ 1 മതി, വേണ്ട 2 മാസം കൂടുമ്പോ മതി, 15 ദിവസത്തിനിടയിൽ നടക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആഴ്ചക്ക് തുടങ്ങണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ചിലപ്പോൾ നിലനിർത്താൻ കഴിയൂല. തുടങ്ങണതിന്റെ മുമ്പ് ആലോചിക്കേണ്ടത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുന്നത് ഏതാണോ അത് നമ്മൾ തുടങ്ങണം. വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് സ്ത്രീകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്നുള്ള സങ്കടം പെണ്ണുങ്ങൾക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നല്ല ഒരാളെ കൊണ്ട് സ്ഥിരമായി നടക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞത് ഖുർആൻ വിശദീകരിക്കാൻ മാത്രമല്ല, ഒരു ക്ലാസ് എന്നുള്ളതിന് ഖുർആൻ ക്ലാസ് എന്ന് പേരിട്ടതാണ്. ഒരു ആയത്തയിൽ എന്തായാലും ഓതുമല്ലോ, അതുകൊണ്ട് ഖുർആൻ ക്ലാസ് എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. നല്ല ഒരു പഠന ക്ലാസ്, നല്ല ദ്വയോട് കൂടിയിട്ടുള്ള ഒരു പഠന ക്ലാസ്, അതിനൊരു സബ് കമ്മിറ്റി, 4 സബ് കമ്മിറ്റികൾ ഉണ്ടായി. ഈ 4 കാര്യം മഹല്ലത്തിൽ നടക്കുകയാണെങ്കിൽ ആ മഹല്ലിനോട് കിടപിടിക്കുന്ന വേറൊരു സംവിധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടു വരുന്നു. എന്നാൽ മഹല്ല് സംവിധാനത്തോട് ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അത് മുതലെടുക്കാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മഹല്ല് കുടുംബം. ഇനി കുടുംബത്തെ ഒന്നുകൂടി താഴേക്ക് ഇറക്കി കൊടുന്നാല് വീട് കുടുംബം എന്നതിലേക്ക് വരും. അത് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മൻ അറാദ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ അറാദ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഭക്ഷണം വിശാലമാകണമെന്ന്, ആയുസ് ദീർഘമാവണമെങ്കിൽ എന്നും ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. റിസ്ക് വിശാലാവുക വലിയൊരു കാര്യമാണ്. ഈ റിസ്ക് വിശാലാവുക എന്ന് പറഞ്ഞാൽ, റിസ്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം മാത്രല്ല, ശരിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾക്കും റിസ്ക് എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ഭക്ഷണം മാത്രല്ല, ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിനാണ് റിസ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാൻ ഈ പറയണത്. ഒരാൾക്ക് അരിക്കച്ചവടാണെന്ന് വിചാരിച്ചോളി, അരിക്കച്ചവടാണ്. അയാൾക്ക് 4 ഗോഡൗൺ ഉണ്ട്. ആ 4 ഗോഡൗണിലും അരി ഇങ്ങനെ ചാക്ക് കണക്കിന് വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ആളെ ആശുപത്രിയിലാണ്. അന്നും വെള്ളവും കീപ്പട്ടിറങ്ങണില്ലെങ്കിൽ ഈ ഗോഡൗണിലുള്ള അരിക്ക് റിസ്ക് എന്ന് പറയില്ല. തിന്നാനുള്ള തൗഫീഖിനാണ് റിസ്ക് എന്ന് പറയണത്. തിന്നാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ ഗോഡൗണിൽ അരി വേണ്ട, സമയാസമയത്ത് വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് തൗഫീഖ് എന്ന് പറയുന്നത്.
അപ്പം ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് തന്നെയാണ് യഥാർത്ഥത്തിൽ റിസ്ക് എന്ന് പറയുന്നത്, അല്ലാതെ ഭക്ഷണത്തിനല്ല. ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന്. കാരണം എന്തേ, പഞ്ചസാര കച്ചവടമാണ്, പക്ഷെ ഒരു സ്പൂണും ചായയിലിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? കോഴിക്കച്ചവടമാണ്, ഒറ്റ കഷ്ണം തിന്നാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ട് കാര്യം? അറവേരനാണ്, ബീഫ് തിന്നാൻ പറ്റില്ലെങ്കിൽ എന്താ പിന്നെ അതുകൊണ്ട് കാര്യം? എല്ലാ കാര്യവും ഇങ്ങനെ കൂട്ടിക്കോളി. തിന്നാനുള്ള തൗഫീഖാ വേണ്ടത്. തൗഫീഖ് ഉണ്ടെങ്കിൽ സാധനം നമ്മൾ ഉണ്ടാക്കണ്ട, അത് നേരത്തിന് വരും. തൗഫീഖ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് കലത്തപ്പം നിന്നാനുള്ള തൗഫീഖ് ഉണ്ടായിരുന്നു. തൗഫീഖുള്ളവരൊക്കെ ഇവിടെ വന്നു, അല്ലാത്തവര് വന്നില്ല. നല്ല സംഗതി. ഇതാണ് തൗഫീഖ്. നമ്മളാരും ഉണ്ടാക്കിയതല്ല, ആരോ ഉണ്ടാക്കിയതാണ്, നമുക്ക് കൊടുന്നു. തൗഫീഖ് പറഞ്ഞാൽ അതാണ്. തൗഫീഖ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി കോഴി ചുട്ടതാ തിന്നത്, തൗഫീഖ് ഉണ്ടായിരുന്നു, അതന്നെ കാരണം. ഒന്നുമില്ല. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല ലക്ഷ്യം വെച്ചാൽ തൗഫീഖ് പിന്നിന്ന് തള്ളുന്നതാണ്. ഇപ്പൊ എല്ലാരും ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തി. ഇനിയിപ്പോ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പ്ലാൻ ചെയ്യാനുള്ള സമയമായി. നമ്മൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, എന്തേ പടച്ചോനെ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോകണം. പൈസയും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടും. എല്ലാരും ആഗ്രഹിച്ചോളി, ഒരു പൈസയും ചെലവില്ല. അപേക്ഷ കൊടുക്കാൻ 300 റുപ്യ വേണം, ആഗ്രഹിക്കാൻ അതും കൂടി വേണ്ട. വെറുതെ ഒരു നന്മ ഒരാള് വിചാരിച്ചാൽ ആ നന്മന്റെ കൂലി കിട്ടും. അല്ലല്ലേ കൊണ്ടുപോകുന്ന ആള് കൊണ്ടുപോകുകയാണെങ്കിൽ പോണേന് എന്താ തടസ്സമുള്ളത്? നമുക്ക് ഒരു തടസ്സമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോകണം. നിങ്ങൾ ആഗ്രഹിച്ചോളി, ഒരു പ്രശ്നം വരല്ല. അല്ല കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകണേനെന്താ? അപ്പൊ നമുക്ക് തോന്നും അതിപ്പോ തൗഫീഖ് ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. തൗഫീഖ് മുന്നിലല്ല, തൗഫീഖ് പിന്നിലാണ്. നിയ്യത്ത് വെച്ചെങ്കിലേ തൗഫീഖ് ഉള്ളൂ, അല്ലെങ്കിൽ തൗഫീഖില്ല. ഏതെങ്കിലും ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കായിരുന്നു എന്ന് വിചാരിച്ചാലേ ഒരു സാധു ഇങ്ങോട്ട് വരുള്ളൂ, അല്ലേ വരില്ല. നിയ്യത്ത് ആദ്യം, തൗഫീഖ് പിന്നിൽ. അങ്ങനെയാണ്. പള്ളിപ്പണി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 റുപ്യ കൊടുക്കായിരുന്നു എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ പറഞ്ഞേക്കാം, അപ്പുറത്തെ മഹലിൽ പള്ളിപ്പണി ഉണ്ട്, ഓൽക്ക് എന്തോ പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. നിയ്യത്ത് വെച്ചാലേ തൗഫീഖ് വരുള്ളൂ, അല്ലാതെ വരില്ല. ഒരിക്കലും വരില്ല. ഒരു തൗഫീഖും നിയ്യത്തില്ലാതെ വരില്ല. അതുകൊണ്ട് നിയ്യത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നമുക്ക് ഈ കുടുംബസംഗമം നടത്താനുള്ള തൗഫീഖ് നടത്തണമെന്ന് കരുതിയപ്പോ വന്നതാണ്, അല്ലാതെ ആദ്യം തൗഫീഖ് വന്നിട്ട് പിന്നെ കരുതിയതല്ല എന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം കരുതൽ വേണം, പിന്നെയാണ് തൗഫീഖ്. അതുകൊണ്ട് ആദ്യം കരുതിക്കോളി, അപ്പോ വന്നോളും. അപ്പോ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മളെ മനസ്സിൽ എന്താ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോ ഒരാൾക്ക് റിസ്ക് വിശാലമാവണമെന്നും ആയുസ് ദീർഘമാവണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, പക്ഷെ അഞ്ചനോട് മുണ്ടൂല, അല്ലെങ്കിൽ ദേശനോട് മുണ്ടൂല. തറവാട്ടിക്ക് വാപ്പാനെ കാണാൻ പോയിട്ട് 3 ആഴ്ച ആയിട്ടുണ്ട്. ഇമ്മാനോട് മുണ്ടിയിട്ട് കുറെ കാലായിട്ടുണ്ട്. നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഒരു ഉപകാരമില്ല. ആദ്യം ഉണ്ടേണ്ടത് ഉമ്മാനോട്, പിന്നെ ഉണ്ടേണ്ടത് വാപ്പാനോട്. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊലാ, ഉമ്മയാകുന്നു ഒന്നാമത്തെ പാഠശാല എന്ന് മുഹമ്മദ് നബി. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട്. കുട്ടികളൊക്കെ ലേശം ഇങ്ങനെ വലുതായി, ഓലൊക്കൊന്നും ഗൾഫിൽ പോയി അല്ലെങ്കിൽ വല്ല കച്ചവടമൊക്കെ തുടങ്ങി അത്യാവശ്യം ഒന്നും ഇങ്ങനെ ഭേദപ്പെട്ട് വരുമ്പോ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. പിന്നെ വാപ്പാക്ക് ആ പെരയിൽ ഒരു നിലയും വലിയൊന്നുമില്ല. ആകെ വാപ്പ, ചില ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, ആകെ വാപ്പാക്ക് ആ പെരയിൽ 3 പണി മാത്രമേ ഉള്ളൂ. ഒന്ന് രാവിലെ അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടുവരിക, രണ്ടാമത്തെ നഴ്സറി കുട്ടിനെ വണ്ടി ആറ്റി കൊടുക്കുക, മൂന്നാമത്തത് മഗ്‌രിബ് നിസ്കരിക്കാൻ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് മുത്താലിമീങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല. ആകെ 3 പരിപാടി, വേറൊരു പരിപാടിയില്ല. ഈ മനുഷ്യന്മാര് വന്ന വഴികൾ പലപ്പോഴും മറന്നു പോകും എന്നുള്ളതാണ്. വന്ന വഴികളെ പലപ്പോഴും മറന്നു പോകുന്നു. അത് നമ്മക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്, ഈ വന്ന വഴി മറക്കല്.
ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്തിനെ ഓർക്കലാണ്, നിഖമത്തിനെ ഓർക്കലല്ല. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാലേ ഇനി കിട്ടാനുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കലല്ല, കിട്ടിയതിനെ ആലോചിച്ചിരിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയാ. അൾട്ടോ 800 കിട്ടി, ഇന്നോവ വാങ്ങണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പടച്ചോനെ ഞാൻ ഇന്നോവ ആയിരുന്നല്ല റബ്ബെ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതല്ല ശുക്ർ. അൾട്ടോ 800 കിട്ടിയല്ല റബ്ബെ എന്ന് ആലോചിക്കുന്നതാണ് ശുക്ർ. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായപ്പോ പല്ലുവേദന ഉണ്ടായ അരമണിക്കൂർ അള്ളാ എന്തിനാ ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണതെന്ന് ആലോചിച്ചിരിക്കലല്ല ശുക്ർ. പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂർ കഴിഞ്ഞു പോയില്ലേ, അതിനെ ആലോചിക്കലാകുന്നു ശുക്ർ. 85 വയസ്സ് ജീവിച്ചില്ലേ, 5 കൊല്ലായിട്ടല്ലുള്ളൂ ദണ്ണം തുടങ്ങിയിട്ട്. ദണ്ണം തുടങ്ങി 5 കൊല്ലം ആലോചിച്ചിരിക്കലല്ല ശുക്ർ. ദണ്ണം തുടങ്ങണതിന് മുമ്പത്തെ 75 കൊല്ലല്ലേ, അത് ആലോചിക്കലാകുന്നു ശുക്ർ എന്ന് പറഞ്ഞത്. ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്തിനെ ഓർക്കലാണ്, നിഖമത്തിനെ ഓർക്കലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഭക്ഷണം വിശാലമാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആയുസ് ദീർഘമാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഒന്നാമത്തത് ഉമ്മ, രണ്ടാമത്തത് വാപ്പ, ജ്യേഷ്ഠാനുജന്മാര്, മക്കള്, സഹോദര സഹോദരിമാര്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്. കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ നന്നാവണമെങ്കിൽ ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഹലാലും തൊയ്യുമായ ഭക്ഷണം. കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ നന്നാവണമെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പുണ്ടാവണമെങ്കിൽ ഭക്ഷണം ഹലാലും തൊയ്യുമായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ബാക്കി മതിൽ കുത്തുന്നോടത്തും കക്കൂസ് ഉണ്ടാക്കുന്നിടത്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഭക്ഷണം ഹലാലായാൽ മാത്രം പോരാ, ഭക്ഷണം തൊയ്യിബ് കൂടിയായിരിക്കണം. എന്താ ഹലാലും തൊയ്യിബും തമ്മിലുള്ള വ്യത്യാസം? ആളുകൾ അറിയലിനെ നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് തൊയ്യിബാവൂല. എൻ്റെ ഈ മൊബൈൽ ഞാൻ വിൽക്കുകയാണ്, ഇത് ഞാൻ 15,000 റുപ്യക്ക് വാങ്ങിയതാണെന്ന് വിചാരിച്ചോളി. വിചാരിക്കാനേ പറ്റുള്ളൂ കേട്ടോ, ഞാൻ വാങ്ങിയോന്നല്ല. എൻ്റെ മേത്തുള്ള ഒരു സാധനം കായെടുത്ത് വാങ്ങിയതല്ല, തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല. ഒരു കടലാസ് ഉണ്ട്, ഇത് ഞാൻ വാങ്ങിയതാ, വേറൊന്നുമില്ല. ഒക്കെ ഫ്രീ കിട്ടിയ സാധനങ്ങളാണ്. അപ്പൊ ഈ മൊബൈൽ ഞാൻ വാങ്ങിയതാന്ന് വിചാരിച്ചോളി. ഒരു 15,000 റുപ്യക്ക് ഞാൻ വാങ്ങി, ഇത് ഞാൻ വിൽക്കുകയാണ് ഒരാൾക്ക്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വില, ഇത് രണ്ടാമത് വാങ്ങുന്ന ആള് അറിയൽ എനിക്ക് ഇഷ്ടമാണോ ദേഷ്യമാണോ? ഇഷ്ടമാണെങ്കിൽ ഇതിന്നുള്ള വരുമാനം തൊയ്യിബാവും, ഇഷ്ടമല്ലെങ്കിൽ ഇതിന്റെ വരുമാനം തൊയ്യിബാവൂല, ഹലാലാവും. 15,000-ന് വാങ്ങിയിട്ട് ഞാൻ 16,000-ന് അല്ലെങ്കിൽ 15,500-ന് വിറ്റു. 500 റുപ്യ ലാഭം, പുതിയതാണെന്ന് വിചാരിച്ചോളി. അതിനിപ്പോ കൊള്ള ലാഭം എന്നൊന്നും പറയാൻ പറ്റൂല, ഹലാലാണ്. ഇതിന്റെ ഒറിജിനൽ വില അയാൾ അറിയാൻ പറ്റൂലേ? പറ്റുമെങ്കിൽ തൊയ്യിബാണ്, പറ്റൂലെങ്കിൽ തൊയ്യിബല്ല. ഇതാണ് വ്യത്യാസം. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹത യത്ലി അലൈഹി നാസ്. ഗുണം എന്ന് പറയുന്നത് സൽ സ്വഭാവത്തിനാണ്. വൽ ഇസ്മു തെറ്റ് എന്ന് പറയുന്നത് മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ ഒരു ചൊറിയൽ അനുഭവപ്പെട്ടു, ഒരു ബുദ്ധിമുട്ട്. വകരിഹത യത്ലി അലൈഹി നാസ്, ജനങ്ങൾ അറിയലിനെ നീ വെറുക്കുകയും ചെയ്തു. നല്ലോരും കച്ചവടക്കാരാണല്ലോ, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കച്ചവടക്കാരാണ്. ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുമ്പോ ഇതിന്റെ ഒറിജിനൽ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നോ ഇല്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യവും അങ്ങനെ ഇട്ടിക്കോളി. ഞാൻ ഇപ്പൊ ഈ അടുത്തായിട്ട് ചിന്തിച്ചൊരു വിഷയമാണ്, പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാലില് വെള്ളം ചേർക്കാൻ പാടില്ല, സോപ്പിൽ വെള്ളം ചേർക്കാൻ പാടുണ്ടോ? ഹോട്ടലൊക്കെ ചെന്നിട്ട് കയ്യാക്കിനടുത്ത് പോയി നോക്കോണ്ടോ നിങ്ങള്? എന്നാ പിന്നെ ആ കുപ്പി വെക്കണ്ട, പലർക്ക് വീടിന്ന് ഒരു കട്ട കിട്ടുമല്ലോ, അത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഈ കുപ്പി വെച്ചിട്ട് ഇത് ഈ കുപ്പിയിലുള്ളതാന്ന് ബോധ്യപ്പെടുത്തും വേണം, എന്നാ കുറച്ച് വെള്ളം വരും വേണം.
അതാണ് സംഗതി. പാലില് വെള്ളം ചേർക്കാൻ പറ്റൂല എന്ന് അറിയണ നമ്മക്ക് സോപ്പിൽ വെള്ളം ചേർക്കാൻ പറ്റൂല എന്ന് എന്തേ അറിയാതെ പോയത്? ഹലാലായിരിക്കാം, തൊയ്യിബാവൂല. തന്നെ സംഗതി. അപ്പൊ ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. വരുമാനങ്ങൾ മൊത്തം ഇങ്ങനെ നമ്മൾ അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള സ്വത്ത് ഒരിക്കലും തൊയ്യിബാവൂല. അത് പറയാനാണ് ഞാനിത് പറയണത്. ജ്യേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര് എന്നൊക്കെ പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു കാര്യമാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് തൊയ്യിബാവൂല. അതിലുള്ള മക്കൾ നന്നാവുകയില്ല. അവരുടെ വരുമാനം ഭക്ഷണമായി ഉപയോഗപ്പെടുകയില്ല. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നറിയാത്ത തരത്തിൽ നഷ്ടപ്പെട്ടു പോകും. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അതിന് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളതല്ല. ഓന്റെ വാപ്പ അനന്തരം കൊടുക്കാത്ത മുതലാണെങ്കിലും അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് കുടുംബത്തിന് ഉപകാരപ്പെടൂല. ഓല കുടുംബത്തിൽ എപ്പോഴും പ്രശ്നക്കാരം അനന്തരം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ. അതുകൊണ്ട് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് സമ്പത്ത് അതൊരിക്കലും തൊയ്യിബാവൂല. യതീം മക്കളുടെ മുതൽ അപഹരിച്ചത് തൊയ്യിബാവൂല. വഖഫ് മുതൽ കൈവശം വെച്ചത് തൊയ്യിബാകൂല. ഭാര്യക്ക് ഇഷ്ടമില്ലാതെ അവളുടെ പണ്ടം വിറ്റിട്ടുണ്ടാക്കിയത് തൊയ്യിബാവൂല. എന്നിട്ട് കൊണ്ടടി ചെയിനെന്ന് പറഞ്ഞു, തന്നില്ലെങ്കിൽ 3 തവണ ചെല്ലും. പിന്നെ തരല്ലാതെ എന്താ കാട്ടുക? ഭാര്യയുടെ ഇഷ്ടമില്ലാതെ അവളുടെ സമ്പത്ത് വിറ്റുണ്ടാക്കിയത് തൊയ്യിബാവൂല. ഇഷ്ടല്ല എന്നുള്ളതിന്റെ തെളിവ് എപ്പോഴാ അറിയാന്നറിയ നിങ്ങള്? മരിച്ചിട്ട് മുതൽ ഓരിവെക്കുമ്പോ അടുക്കളയിൽ ഉമ്മ വിളിച്ചു പറയും, മക്കളെ റോഡിനോട് ചേർന്ന് ഉമ്മക്ക് 3 സെന്റ് ഏറെ അളന്നാളിട്ടോ. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ കമ്മല് വിറ്റിട്ടായിരുന്നു. ഇഷ്ടല്ല എന്നുള്ളതിന്റെ തെളിവാണത്. ഇഷ്ടമുള്ള സാധനം പിന്നെ പറയാൻ പാടില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു 100 റുപ്യ എടുത്തു, ഇഷ്ടപ്പെട്ട് കൊടുത്തതാണെങ്കിൽ അത് ഇടക്കിടക്ക് വിളിച്ചു വരാനൊന്നും പാടില്ല. കൊടുത്തു കഴിഞ്ഞു, അത് ഇന്റെ മുതലല്ലാതെയായി, അയാളുതായി. ഇനി ഒരു അവകാശവും ഇല്ല. തന്നെ പലപ്പോഴും നമുക്ക് അധികാരബോധം ഇല്ലാതെ പോവുകയും അവകാശബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. അവകാശബോധം കിട്ടാനുള്ളതിനെ പറ്റിയിട്ട് ഭയങ്കര ബോധമാണ്. ഇപ്പൊ വയസ്സന്മാർക്കൊക്കെ ഭയങ്കര അവകാശബോധമാണ്. കുട്ടികളൊക്കെ ഞങ്ങളെ നല്ല ബഹുമാനിക്കണം എന്ന്. അതിന് അവകാശബോധം എന്നാ പറയാ, ഒരു കാര്യമില്ല. അധികാരബോധമാണ് വേണ്ടത്. ഞാൻ നാളും പ്രായമുള്ള ഒരു വയസ്സനായ ആളാണല്ലോ അല്ലേ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ അങ്ങനെ ചെല്ലാൻ പാടില്ല. അതാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല. പലപ്പോഴും നമുക്കുള്ളത് അധികാരബോധമല്ല, അവകാശബോധമാണ്. 10-18 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് ഓന്നാലും എന്നോട് ചെയ്തതല്ലേ, അതിനാണ് അവകാശബോധം എന്ന് പറയാം. 10-18 കൊല്ലം ഞാൻ ഓനെ നോക്കിയിട്ട് ആ ചങ്ങായി കുരുത്തക്കെട് കാട്ടിന് കണ്ടില്ലേ, ഞാൻ ഓനെ നോക്കിയത് നേരായില്ലേ എന്നാവോന്ന് ചിന്തിക്കുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക എന്നത് ഭക്ഷണം വിശാലമാവാനും ആയുസ് ദീർഘമാവാനും വേണ്ടി വളരെ ഉപയുക്തമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നിലയിലുള്ള കുടുംബം. ഇവിടെ ഉദ്ഘാടനത്തിലൊരായത്തോതി ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈകും. തീർച്ചയായും മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്മയെ ഉണ്ടാക്കണം. ഇവിടെ ഒരു വലിയൊരു സംഗതിയുണ്ട്. ഈ ഇഖ്വാന് ഇഖ്വത്ത്, നമ്മൾ മുഅ്മിനീങ്ങളുടെ കുടുംബമാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. ഇഖ്വാനും ഇഖ്വത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരങ്ങൾ, ഇഖ്വാൻ എന്ന് പറയുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാനുജന്മാരാണ്, രക്തത്തിൽ പിടന്നവർക്ക് ഉപയോഗിക്കുന്നതാണ്. അതേ വാക്കാണ് മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിച്ചത്, ഇഖ്വാൻ ഇഖ്വത്ത് എന്ന വാക്ക്. അവർ രക്തത്തിൽ പിറന്ന സഹോദരങ്ങളാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ ബാക്കിയുണ്ട്. എന്താണ് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം നിലനിൽക്കാൻ ചെയ്യേണ്ടത് എന്ന് അതിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും
വലാ നിസാഉം മിൻ നിസാഇൻ നസാഅൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ ഫമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരുപക്ഷേ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായത്. ആരെയും കളിയാക്കരുത്. കളിയാക്കുന്നവൻ 2ാം സ്ഥാനത്തും കളിയാക്കപ്പെടുന്നവൻ 1ാം സ്ഥാനത്തും. ഒരു പിരാന്തൻ അങ്ങനെ പോണുണ്ടോ? എടാ പിരാന്താന്ന് വിളിച്ച് കളിയാക്കിയാൽ പിരാന്തൻ 1ാം സ്ഥാനത്തും വിളിച്ച ഓവാലത്തും ഇരിക്കണവൻ 2ാം സ്ഥാനത്തേക്കും പോയി. ആരെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവൻ 2ാം സ്ഥാനക്കാരൻ, പരിഹസിക്കപ്പെടുന്നവൻ 1ാം സ്ഥാനക്കാരൻ. ആയത്ത് നസ്, നിങ്ങൾ ആരെയും കളിയാക്കരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങളാരും സ്വന്തം ശരീരത്തെ ആക്രമിക്കരുതേ. സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മയക്കുമരുന്ന് ഉപയോഗം. തൂങ്ങി മരിക്കുക, സ്വന്തമായിട്ട് കിണറ്റി ചാടുക, നരമ്പ് മുറിക്കുക, ഇതൊക്കെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. മയക്കുമരുന്ന് ഉപയോഗം സ്വന്തം ശരീരത്തോട് ചെയ്യുന്നത്. ഞാനൊരു വാക്ക് കൂട്ടത്തിൽ പറയാം. മദ്യപാനിയോട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോട് അവന് തന്നെ ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതാണ്. വേറൊരു മനുഷ്യനും ഇഷ്ടമുണ്ടാവില്ല. വേറെ കാര്യം, മദ്യപാനിയെ അവന് തന്നെ ഇഷ്ടമല്ല. ഒരു കള്ളുടിയൻ ഒരിക്കലും വേറെ ഒരു കള്ളുടിയന് ഓന്റെ മകളെ അറിഞ്ഞിങ്ങാണ്ട് കെട്ടിച്ചു കൊടുക്കൂല. അതിന്റെ അർത്ഥം എന്താ? ഓനോട് ഓന് ഇഷ്ടമല്ല എന്നാണ് അതിന്റെ അർത്ഥം. വളരെ മോശപ്പെട്ട പരിപാടിയാണ് അത്. ചെക്കുത്താന്റെ പ്രവർത്തനമാണെന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. റിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമായതാണ്, ശൈത്താന്റെ പണിയുമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് മയക്കുമരുന്നിനെ ഉപയോഗിപ്പിക്കുന്നത്. രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. മയക്കുമരുന്ന് വളരെ അധികം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും. എൻ്റെ അടുക്ക് ഇപ്പൊ അടുത്തു വന്ന ഒരു കേസ്, സുബ്ഹിക്ക് മഗ്രിബിക്ക് ഇശാക്ക് 3 വക്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കേസാണ്. ളുഹുർക്കും അസർക്കും പിന്നെ അവൻ അവിടെ ഇല്ലാത്തോണ്ട് വരായിയാണ്. അങ്ങനത്തെ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. വാപ്പ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ ഒരോട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ഒരോട്ടല്ല, അതിലുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തന്നു. വലിയ പ്രശ്നമാണ്. രക്ഷിതാക്കൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കുട്ടികളിലുള്ള മാറ്റങ്ങൾ എപ്പോഴും നിരീക്ഷിക്കണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കുറെ അടയാളങ്ങളുണ്ട്. ജനറ്റിക്കായി ജന്മന ഒരു മനുഷ്യന് ഉള്ള കാര്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ബാധകമല്ല. അല്ലാത്ത തരത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കണ്ണിന്റെ കൺമണി, കറുത്ത മണി വലുപ്പം കൂടി വരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക്. കണ്ണിന്റെ ചുവപ്പ് കൂടി വരും. താഴേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടും. വാതിൽ കുറ്റിയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടും. പരിചയമില്ലാത്ത, നിലവിൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുമായി സഹവാസം ഉള്ളത് കാണാം. ചെറിയ ചെറിയ കളവുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടും. 20 റുപ്യ, 30 റുപ്യ, 50 റുപ്യൊക്കെ ചെറിയ കളവുകൾ, വലിയ വലിയ കളവൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം വിൽക്കാൻ ശ്രമിക്കുന്നത് കാണാം. സൈക്കിൾ ഉദാഹരണം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. കുട്ടി കടന്നുറങ്ങുന്ന റൂം രാവിലെ അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതുപോലെ തോന്നുക. രാത്രി സമയങ്ങളിലും റൂമിലുണ്ടാകുന്ന സമയത്തും സ്പ്രേ അടിക്കുകയോ അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നതോ ശ്രദ്ധയിൽപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, സംശയിക്കണം. പരിചയമില്ലാത്ത എന്തെങ്കിലും ചെറിയ ബോക്സുകള്, ഗുളികകള്, സ്റ്റിക്കറുകള്, അങ്ങനെയൊക്കെയുള്ള സാധനം കാണുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ അപ്പൊ തന്നെ എടുക്കുക. എല്ലാവരുടെ മൊബൈൽ ഉണ്ടല്ലോ, ഗൂഗിൾ എടുക്കുക. ഈ പേര് മലയാളത്തിൽ അടിച്ചാല് ഈ സാധനം എന്താണെന്ന് മൂപ്പര് പറഞ്ഞുതരും. ഈ ഗൂഗിൾ ഉസ്താദ് എന്ന് പറഞ്ഞത് വലിയ വിവരമുള്ള മനുഷ്യനാണ്. എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞുതരും. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഒഴിവുള്ളവന്റെ പേരാണ് വാപ്പാൻ. ഇങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ വാപ്പാനോട് പറയുന്ന പെണ്ണിന്റെ പേരാണ് ഉമ്മാൻ.
അല്ലാത്തവർക്ക് വേറെ പുതിയാപ്പള പുതിയണ്ണന്നൊക്കെ പേരിടേണ്ടി വരും. വാപ്പാന്നും ഉമ്മാന്നൊന്നും പറയാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ആരെയും ഒഴിവാക്കണ്ട, എല്ലാവരെയും ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും മാതാപിതാക്കൾ കുട്ടികളോട് ഫ്രണ്ട്ലിയായി ചങ്ങായിമാര് പെരുമാറും പോലെ, എന്നാൽ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറണം. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ വാപ്പാനോട് പറയുന്ന അവസ്ഥ ഉണ്ടാവണം, ഉമ്മാനോട് പറയുന്ന അവസ്ഥ ഉണ്ടാവണം. എന്നാലൊക്കെ നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ വിപുലമായിട്ടാണ് മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കിയിട്ടുള്ളത്. സൗജന്യമായി ആദ്യം കൊടുക്കുന്നു, പിന്നെ ചെറിയ ചെറിയ പൈസ കൊടുക്കുന്നു, പിന്നെ വലിയ വലിയ പൈസകൾക്ക് കൊടുക്കുന്നു. പഠനത്തിൽ വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന കുട്ടി ഈ പറയണത് ആൺകുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളെയും ശ്രദ്ധിക്കണം. പെൺകുട്ടികളും ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ധാരാളം പേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അഡിക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ്. അഡിക്ഷൻ പിടിപെട്ട ആളെ സയൻസിന്റെ കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ സാധ്യമല്ല. ക്യാൻസർ പോലെയുള്ള അസുഖമാണ്, മാറ്റാൻ കഴിയുന്ന അസുഖമല്ല എന്നാണ് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, വാപ്പിയും ശ്രദ്ധിക്കണം, ഉമ്മയും ശ്രദ്ധിക്കണം. എന്ന് ഇന്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. എല്ലാതും നമ്മളെ കുട്ടികൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ഇന്നിപ്പോ നേർക്ക് നേരുള്ള കല്യാണങ്ങൾ വളരെ കുറവും പ്രണയ വിവാഹങ്ങൾ വളരെ കൂടുതലാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നിക്കാഹ് ചെയ്യാവൂലേ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോ ചെയ്യാവൂല എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ 5 കാര്യങ്ങളെ കൊണ്ട് പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടും. കുറച്ചൊക്കെ ആയാലും വാപ്പാർക്കും തോന്നും എന്നാ ഇനി പണ്ട് നടത്തി കൊടുക്കുക എന്ന് തോന്നണ്ട. 5 കാര്യങ്ങളെ കൊണ്ട് പ്രണയ വിവാഹം പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം, ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കില്ല. റബ്ബർ സീറ്റ് കട്ടിട്ട് ഉംറക്ക് പോയാൽ കാര്യമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കില്ല. അവർ റോഡ് സൈഡിൽ കണ്ടു നിന്നത് ഹറാമാണ്, വ്യഭിചാരാണ്. മൊബൈലിൽ ഫോൺ ചെയ്തത് വ്യഭിചാരമാണ്, തൊട്ടത് വ്യഭിചാരാണ്. ഒരു ജ്യൂസിന്ന് 2 കോലിട്ടുങ്ങാണ്ട് 2 ആളും കൂടിയും വലിച്ചു കുടിച്ചത് വ്യഭിചാരമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വ്യഭിചാരത്തിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കൂല, നടത്തിക്കൊടുക്കൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞോളി. ഒന്നും വരാനില്ല, നടത്തിയതുകൊണ്ട് ഖൈറുണ്ടാവില്ല. പിന്നെ ഇതിന് നടത്തേണ്ട ആവശ്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമിൻ ഹോർമോൺ എന്നാണ് അതിന് പറയാം. ഡോപ്പമിൻ ഹോർമോണിന് 6 മാസേ കാലാവധിയുള്ളൂ. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴേക്ക് ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമാവുകയും പ്രണയം അവസാനിക്കുകയും ചെയ്യും. പിന്നെ പണ്ടാറം പെരടിന്നൊന്ന് പോയി കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്നായിരിക്കും അടുത്ത ആലോചന. അതുമല്ല റെയിൽവേ സ്റ്റേഷൻ, റെയിൽ പാളത്തിലോ അല്ലെങ്കിൽ വല്ല കയറുമ്മേ അല്ലെങ്കിൽ വല്ല തെരുവോരത്തോ ആയിപ്പോവും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അതിലെ കുട്ടികൾ നന്നാവാൻ വളരെ പ്രയാസമാണ്. അതിലത്തെ കുട്ടികൾ നേരാവാൻ വളരെ പ്രയാസമാണ്. ഇത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇഷ്ടം ഉണ്ടാവില്ല. ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഭൂമിയിൽ വിജയിക്കൂല. അതിന് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വിജയിക്കൂല. കല്യാണം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഗൾഫ് പോക്കാണെങ്കിലും എന്താണെങ്കിലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വിജയിക്കൂല. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കുറെ കാലം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പയും എൻ്റെ അമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുമ്പോഴുള്ള മനപ്രയാസമുണ്ട്. അത് തീർക്കാൻ ഒരു വഴിയും ഉണ്ടായിരിക്കില്ല. അങ്ങനെ 5 കാര്യങ്ങളെ കൊണ്ട് പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് എന്തെന്നാലും നടത്തി കൊടുക്കാൻ തയ്യാറാവാതിരിക്കലാണ് ഏറ്റവും നല്ലത്.
വേറെ കല്യാണം വന്നോളും, വന്നില്ലെങ്കിൽ വേണ്ട. ഹൈറില്ലാത്ത എന്തിനാ നടത്തുന്നത്? അതുകൊണ്ട് ഹൈറില്ലാത്തതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ വാപ്പ പറയും, കുറേയൊക്കെ ഒരു പറ്റണം ചെക്കനാണെങ്കിൽ എന്നാ നമ്മക്കാണ് നടത്തായിരുന്നു എന്ന് പറയും. അപ്പൊ പെണ്ണിന് മനസ്സിലായി അപ്പൊ കുഴപ്പം നടത്തുന്നോടത്തല്ലേ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആ യാതി വർത്താനൊന്നും രക്ഷിതാക്കൾ പറയരുത്, ഉറച്ചു നിൽക്കണം. വാപ്പി ഇമ്മയും പോയി കണ്ട് അന്വേഷിച്ച് വിവാഹത്തിന് ശേഷം പ്രണയിക്കണം. വിവാഹത്തിന് മുമ്പുള്ള പ്രണയമല്ല, വിവാഹത്തിന് ശേഷം മരിക്കോളം പ്രേമിച്ച് ജീവിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ന് സമൂഹത്തെ നന്നായി ഗ്രസിച്ചിരിക്കുന്ന, ആഴത്തിൽ വേരൂന്നിയ ചില പ്രശ്നങ്ങളായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാത്രമാണ് ശ്രദ്ധിച്ചിട്ട് എന്താന്ന് ചോദിച്ചാല്, എന്താ എനക്ക് മാത്രമാണ് ശ്രദ്ധിച്ചാല്, ഇനിയിപ്പോ ഞാൻ മാത്രം ഇപ്പൊ നേരായിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നാ ആലോചിക്കണത്. അവനെ മാത്രമേ നേരാവുകയല്ല, അപ്പൊ എന്താ കാട്ടണു? അതുകൊണ്ട് ഓരോരുത്തരാണ് നേരാവുക തന്നെ, നമ്മളായിട്ടാണ് നേരാവാൻ ശ്രമിക്കന്നെ. അതന്നെയാണ് പ്രധാനമായിട്ട് അതിൽ പറയാനുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ മഹല്ല്, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. വിരുന്നിന് പോകണം, വിരുന്നുകാർ വീട്ടിലേക്ക് വരണം. വിരുന്നുകാർ വരുന്ന വീട് വലിയ ബർക്കത്തുള്ള വീടാ. വിരുന്നുകാർ വരുന്ന വീട് വലിയ ബർക്കത്തുള്ള വീടാ. പക്ഷേ വിരുന്നുകാർ, ഗസ്റ്റിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടുകാരന് ഖിദ്മത്തെടുക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കഴിയാത്തത് കരാർ കൊടുക്കാം, കഴിയുന്ന ഒരു കാര്യം കരാർ കൊടുക്കരുത്. ഇപ്പൊ ചോറ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂലെങ്കിൽ ഉണ്ടാക്കാൻ ആളെ ഏൽപ്പിക്കാം. കൊണ്ടച്ചൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടച്ചൊടുക്കണം. വീട്ടുകാർക്ക് ഖിദ്മത്തെടുക്കാൻ അവസരമുണ്ടാക്കലാണ് വിരുന്നുകാർ. അപ്പൊ അവസരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. എന്തവസരമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക വെച്ചാൽ ആ അവസരം നമ്മൾ ചെയ്യണം. ഉള്ളി നുറുക്കാനേ നമുക്ക് പറ്റണുള്ളൂ വെച്ചാൽ ഉള്ളി നമ്മൾ തന്നെ നുറുക്കണം. ഇറച്ചി കഴുകാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളെങ്കിൽ ഇറച്ചി നമ്മൾ തന്നെ കഴുകണം. വീട്ടുകാരന് ഖിദ്മത്തെടുക്കാനുള്ള അവസരമാണ് വിരുന്നുകാർ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട തൊയ്യീബ് ഫൈസി, നമ്മളെ KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ്, ജാമിയയിലെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ ഒരു കഥ പറഞ്ഞൊരു പ്രാവശ്യം. സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ കാണാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ നിസ്കരിച്ചോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പരിങ്ങനെ അകത്ത് പോയിട്ട് വലിയൊരു ഓടിന്റെ കിണ്ടിയിൽ നിറയെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് സുഖമില്ലാതെ കിടക്കുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ തൊയ്യീബ് ഫൈസി ചോദിച്ചതല്ലേ, ഉസ്താദേ ഞങ്ങൾ എടുത്തു കൊണ്ടുവരുമല്ലോ, അവർ കുടുംബമുണ്ട്, ഞങ്ങൾ എടുത്തു കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, വിരുന്നുകാർക്ക് ഖിദ്മത്തെടുക്കാനുള്ള എൻ്റെ അവസരത്തെ നിങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അപ്പൊ വിരുന്നുകാർക്ക് ഖിദ്മത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. വിരുന്നുകാർ വീട്ടിൽ വരണം, അതിനെ ഇഷ്ടപ്പെടണം. നമ്മൾ കുറഞ്ഞു വരാം. ലോക്കിന്റെ പേരാ, അങ്ങോട്ട് ആരും വരുന്നതെന്ന് ഇഷ്ടമല്ല. ആണുങ്ങൾക്ക് പിന്നെയും കുറെയൊക്കെ ഇഷ്ടമുണ്ടാവും, പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. വീട്ടിൽ വിരുന്നുകാർ വരണം, അത് വലിയൊരു ബർക്കത്താണ്. ആരും വരുന്നില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിരുത്തേലും വേണം, വീട്ടിന് വലിയൊരു ബർക്കത്താണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ സ്ഥാനങ്ങളും ദറജകളും നമുക്ക് കിട്ടും. ചെറിയ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്. കിട്ടാൻ പോകുന്നത് വലിയ ദറജയാണ്. ഒരു 40 സെന്റ് 35 സെന്റൊക്കെ സ്ഥലമുള്ളവരാണെങ്കിൽ എല്ലാ മരവും ഓരോന്ന് നമ്മളെ പറമ്പിൽ ഉണ്ടാക്കണം. ഒരു മൂച്ചി, ഒരു പിലാവ്, ഒരു റംബുട്ടാൻ മരം, അങ്ങനെ എല്ലാതും ഓരോന്ന്, ഒരു വായ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോന്ന് ഉണ്ടാക്കണം. അതൊക്കെ വലിയ പുണ്യമായി നമ്മൾ കാണണം. അവകളൊക്കെ ചെയ്യുന്ന തസ്ബീഹുകൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണം. തൗബയും ഇസ്തിഗ്ഫാറും രണ്ടാണ്, ഒന്നല്ല. തൗബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, അത് പാലിച്ചാണ് തൗബ ചെയ്യേണ്ടത്. ഇസ്തിഗ്ഫാർ വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ തയ്യാറാണ്. ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളെ വീട്ടിൽ പാലിക്കണം. പെരയിലെല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. വീട്ടിലെല്ലാവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. വല്യപ്പ പള്ളിയേക്ക് പോകാൻ നീച്ചുമ്പോൾ പെരയത്തെ മുഴുവൻ ലൈറ്റ് ഇടണം. അയിമ കറണ്ട് ബില്ല് കൂടിയാലും വല്ലാതൊന്നും കൂടൂല. നിങ്ങൾ നിൽക്കാനും കഴിഞ്ഞ് വന്നേക്കിന് വേണ്ട ഓഫായിക്കളി, എല്ലാം ലൈറ്റ് ഇടണം. ചില മരക്കളൊന്നും ചിലപ്പം വിളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാലും ബൈക്കും പോലെ എത്തിയറിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ടേക്കുക. അങ്ങനെ
ഒരു മുസ്ലിം സമൂഹത്തിന് ഒരു സംസ്കാരം, ആ സംസ്കാരത്തെ നിലനിർത്താൻ രാവിലെ നേരത്തെ നീച്ചുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ സംസ്കാരമാണ്. അത് നിലനിർത്താൻ നമുക്ക് കഴിയണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. രാത്രി വളരെ വൈകിയിരുന്നുള്ള സംസാരം ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേഗത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സമീപനം വീട്ടിലുണ്ടായിത്തീരണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. വീടെപ്പോഴും നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. ബെഡ്റൂം നന്നായി വൃത്തിയാവണം, ബാത്റൂം നന്നായി വൃത്തിയാവണം, മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചിട്ടൊന്ന് ലെവലാക്കണം. അങ്ങനെ എപ്പോഴും അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്നതാണ്. അപ്പൊ വിരുന്നേര് വരണം, വൃത്തി സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വാപ്പിയും മക്കളും ഉമ്മയൊക്കെ കൂടി ഹർത്താലിന്റെ അന്നെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലാഹു തആല കേരളക്കാർക്ക് തരുന്ന വലിയൊരു നിഅമത്താണ് ഇടയ്ക്കൊരു ഹർത്താൽ. 100-200 ദിവസമായിട്ട് തീരെ ഉണ്ടായിട്ടില്ല. ആ നിയമത്ത് 200 ദിവസമായി, 200-ലധികം ദിവസമായി എന്നാണ് കേരളത്തിൽ ഹർത്താൽ ഉണ്ടായിട്ട്. അപ്പൊ കേരളക്കാർക്ക് അല്ലാഹു തആല തരുന്നൊരു നിയമത്തായിരുന്നു ഇടയ്ക്കൊക്കെ ഓരോ ഹർത്താൽ. അന്ന് പീടിക്ക് പോണ്ട, അന്ന് സ്ഥാപനം, അന്ന് വയതിന് പോണ്ട, അന്ന് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ പെരയിൽ നാടൻ കോയിനെ അറുത്തിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് കുട്ടികളൊപ്പം ഇരുന്നിട്ടൊന്ന് ഒരാഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് കുട്ടികളൊപ്പം ഇരുന്നുങ്ങാണ്ട് ഭാര്യയും മക്കളും വാപ്പിയും എല്ലാവരും കൂടി ഒന്ന് വട്ടഴിഞ്ഞ് ഇരുന്നുങ്ങാണ്ട് ഒന്ന് ചോറ് കഴിക്കണം. ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം കുടുംബകാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള സൗഹൃദവും അന്തരീക്ഷവും. എപ്പോഴും ബിസിനസ്, എന്നും ബിസിനസ്, ഫുള്ള് തിരക്ക്. അങ്ങനെ ആകരുത്. മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കുറച്ചു നേരമൊക്കെ ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം എന്നൊക്കെയാണ് എനിക്ക് ഈ കുടുംബ സംഗമത്തെ സാക്ഷി നിർത്തി പറയാനുള്ളത്. വളരെ